സാരംഗ്, ഗുഡ് മോർണിംഗ്. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമെന്ന് പറയുന്നത് ഈ രാഹുൽ മാങ്കൂട്ടത്തിനെതിരായ പീഡന വെളിപ്പെടുത്തലുകൾ നടത്തിയ പെൺകുട്ടികളുടെ മൊഴിയെടുക്കാൻ ക്രൈംബ്രാഞ്ച് അന്വേഷണ സംഘം തീരുമാനിക്കുന്നു എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ആ മൊഴിയെടുത്ത് അത് പരിശോധിച്ചതിന് ശേഷം രാഹുൽ മാങ്കൂട്ടത്തിനെ ചോദ്യം ചെയ്യാനുള്ള നീക്കത്തിലേക്ക് പോവുകയാണോ അന്വേഷണ സംഘം? അങ്ങനെയാണോ ഇപ്പോൾ കാര്യങ്ങൾ തീരുമാനിച്ചിരിക്കുന്നത്? തീർച്ചയായും മനു സൂചിപ്പിച്ചതുപോലെ തന്നെ അങ്ങനെ തന്നെയാണ് ക്രൈംബ്രാഞ്ചിൻ്റെ ഒരു നീക്കം. എന്തുതന്നെയായാലും മുൻ യൂത്ത് കോൺഗ്രസ് സംസ്ഥാന അധ്യക്ഷൻ രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ കുരുക്ക് മുറുകുകയാണ്. ഈ വിവാദവുമായി ബന്ധപ്പെട്ട് പീഡന പരാതി അല്ലെങ്കിൽ പരാതികളുമായി ബന്ധപ്പെട്ട് അല്ലെങ്കിൽ പീഡനങ്ങൾ തന്നെ നടത്തിയ ഒരു സംഭവവുമായി ബന്ധപ്പെട്ട് രാഹുലിനെതിരെ ശക്തമായ നടപടികളിലേക്ക് ക്രൈംബ്രാഞ്ച് കടക്കുകയാണ്. ഇതിൻ്റെ ഭാഗമായിട്ട് അതായത് പ്രധാനമായും ക്രൈംബ്രാഞ്ച് കണ്ടെത്തിയത് സ്വമതിയ കേസെടുത്തതാണ്. അതായത് പെൺകുട്ടികളെ നിരന്തരം പിന്തുടർന്ന് ശല്യപ്പെടുത്തി എന്നുള്ള കാരണം കൊണ്ടാണ് കേസ് എടുത്തിരിക്കുന്നത്. ഈ സംഭവവുമായി ബന്ധപ്പെട്ട് ഇനി ഒരു പ്രത്യേക അന്വേഷണ സംഘത്തെ നിയോഗിച്ചേക്കും. അതുപോലെ തന്നെ ഈ പെൺകുട്ടികളുടെ മൊഴി രേഖപ്പെടുത്തും. സാമൂഹ്യ മാധ്യമങ്ങളിലൂടെ ഇത്തരത്തിൽ രാഹുൽ മാങ്കൂട്ടത്തിൽ ശല്യപ്പെടുത്തി അല്ലെങ്കിൽ ഉപദ്രവിച്ചു, ലൈംഗികപരമായിട്ടുള്ള രീതിയിലൊക്കെയുള്ള ആക്രമണങ്ങളുണ്ടായി എന്നുള്ള വെളിപ്പെടുത്തലിനെ തുടർന്ന് രംഗത്ത് വന്ന പെൺകുട്ടികളുടെ മൊഴി രേഖപ്പെടുത്താനുള്ള ശ്രമങ്ങളാണ് ഇനി അടുത്തതായിട്ട് ക്രൈംബ്രാഞ്ചിൻ്റെ ഭാഗത്തു നിന്നുണ്ടാകുന്നുള്ളത്. അതുപോലെ തന്നെ വിശദമായ ഒരു നിയമോപദേശം ഇക്കാര്യത്തിൽ തേടും. അതിൻ്റെ ചുമതലകളൊക്കെ സംസ്ഥാനത്തിൻ്റെ പോലീസ് മേധാവി റവാഡ ചന്ദ്രശേഖരാണ് നിയന്ത്രിക്കുന്നത്. ഇതിനോടകം തന്നെ പോലീസിന് വ്യക്തമായ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. ഇക്കാര്യത്തിൽ ഇനി പെൺകുട്ടികളുടെ മൊഴി രേഖപ്പെടുത്തിയ ശേഷം വൈകാതെ തന്നെ രാഹുൽ മാങ്കൂട്ടത്തിനെ ചോദ്യം ചെയ്യാനാണ് ക്രൈംബ്രാഞ്ചിൻ്റെ ശ്രമം. അതുപോലെ തന്നെ ഒരു പ്രത്യേക അന്വേഷണ സംഘത്തെ നിയോഗിക്കും. അത് ഒരുപക്ഷെ ഇന്ന് തന്നെ ആ നടപടിയിലേക്ക് കടക്കാനാണ് സാധ്യത. എന്തുതന്നെയായാലും രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ ഉയർന്നു വന്ന ഈ പീഡന പരാതിയിൽ കോൺഗ്രസിൻ്റെ സംസ്ഥാന നേതൃത്വം വലിയ രീതിയിൽ വെട്ടിലായിരിക്കുകയാണ്. കോൺഗ്രസിനകത്ത് തന്നെ വലിയ രീതിയിലുള്ള ഒരു ഭിന്നത ഈ സംഭവവുമായി ബന്ധപ്പെട്ട് ഉടലെടുത്തിട്ടുണ്ട്. അതായത് ഒരു പക്ഷം നേതാക്കൾ രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ തിരിയുന്നു. കെ മുരളീധരൻ അല്ലെങ്കിൽ രമേശ് ചെന്നിത്തല ഉൾപ്പെടെയുള്ള നേതാക്കൾ മാങ്കൂട്ടത്തിനെതിരെ തിരിയുന്നു. അതുപോലെ തന്നെ വനിതാ നേതാക്കൾ ഉൾപ്പെടെ ഇത്തരത്തിൽ വലിയ രീതിയിൽ പ്രതിഷേധിക്കുന്നുണ്ട്. അതായത് ഇത്തരത്തിൽ പെൺകുട്ടികൾക്കെതിരെ വലിയ അല്ലെങ്കിൽ ക്രൂരമായ ഒരു പീഡന പരമ്പര തന്നെ നടന്നിട്ട് പോലും നടപടി എടുക്കാത്തതിൽ വലിയ പരാതികളാണ് വനിതാ നേതാക്കൾക്കുള്ളിൽ നിന്നും വരുന്നത്. ആ ഒരു സംഭവത്തോടു കൂടി ഇത്തരത്തിൽ രണ്ട് വിഭാഗീയത അല്ലെങ്കിൽ കോൺഗ്രസ് നേതൃത്വത്തിനുള്ളിൽ രണ്ട് വിഭാഗീയത രൂപപ്പെടുന്നു എന്നുള്ളതൊരു സത്യാവസ്ഥയാണ്. മറിച്ച് നോക്കുകയാണ്, രാഹുലിനെ എന്ത് വില കൊടുത്തും സംരക്ഷിക്കുമെന്നുള്ള നിലപാടിലാണ് വി.ഡി. സതീശൻ. അതായത് ഈ വി.ഡി. സതീശൻ ഉൾപ്പെടെയുള്ള ഒരു പവർ ഗ്രൂപ്പാണ് ഇത്തരത്തിൽ ഈ രാഹുൽ മാങ്കൂട്ടത്തിനെ സംരക്ഷിക്കുന്നത്. ആ പവർ കൂട്ടത്തിൽ ഷാഫി പറമ്പിലും ഉണ്ട് എന്നുള്ളതൊരു മറ്റൊരു വസ്തുതയാണ്. ഈ രണ്ട് പവർ ഗ്രൂപ്പുകളാണ്, ഇവർ രണ്ടുപേരും അടങ്ങുന്ന പവർ ഗ്രൂപ്പാണ് ഈ ആരോപണത്തിൻ്റെ തുടക്കം മുതൽ രാഹുൽ മാങ്കൂട്ടത്തിനെ സംരക്ഷിച്ചത്. അതുപോലെ തന്നെ കോൺഗ്രസിൽ നിലവിൽ നേതാക്കൾക്കിടയിൽ പ്രതിപക്ഷ നേതാവ് വി.ഡി. സതീശിനെതിരെയും രോക്ഷമുയരുന്നുണ്ട്. കാരണം ഇതുവരെ ഏറ്റവും ഇക്കാര്യത്തിൽ ഒരു ഉചിതമായൊരു നടപടി നിൽക്കുന്ന സമയത്ത് ഇവിടെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമെന്ന് പറയുന്നത് സാരംഗ്, പ്രതിപക്ഷ നേതാവിൻ്റെ നിലപാടെന്ന് പറയുന്നത് എങ്ങനെയെങ്കിലും ഈ വിഷയങ്ങളിൽ നിന്ന് ചർച്ച ഒഴിവാക്കുക എന്നതാണല്ലോ. അതിൻ്റെ ഭാഗമായിട്ട് മാധ്യമങ്ങളുടെ രാഹുൽ മാങ്കൂട്ടവുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങൾക്ക് മറുപടി പറയേണ്ട എന്ന തീരുമാനത്തിലേക്ക് പ്രതിപക്ഷ നേതാവ് എത്തിയിരിക്കുകയാണോ? വരും ദിവസങ്ങളിലും ഇന്നലെയും ഒക്കെ നമ്മൾ കണ്ടത് ആ ഒരു നിലപാട് സ്വീകരിക്കുന്നതാണോ? പക്ഷേ അങ്ങനെ മിണ്ടാതിരുന്നാൽ ഈ പ്രശ്നം അവസാനിക്കും, അല്ലെങ്കിൽ ഈ പ്രശ്നം ജനങ്ങളുടെ ശ്രദ്ധയിൽ നിന്ന് പോകും എന്ന് നമുക്ക് പറയാൻ പറ്റുമോ? തീർച്ചയായിട്ടും ഈ സംഭവവുമായി ബന്ധപ്പെട്ട് ഈ പീഡന ആരോപണങ്ങളുമായി ബന്ധപ്പെട്ട് കേരളത്തിൻ്റെ പ്രതിപക്ഷ നേതാവായിട്ടുള്ള വി.ഡി. സതീശന് എന്ത് നടപടിയെടുക്കണം എന്നുള്ള കാര്യത്തിൽ യാതൊരു തരത്തിലുമുള്ള വ്യക്തതയില്ല. അത്തരത്തിൽ നോക്കുകയാണെങ്കിൽ ഒരു വലിയ പ്രതിസന്ധിയിൽ അല്ലെങ്കിൽ വെട്ടിലായിരിക്കുകയാണ് പ്രതിപക്ഷ നേതാവ്. പ്രതിപക്ഷ നേതാവിനെതിരെ കോൺഗ്രസിന് അകത്തു നിന്നുള്ള മുതിർന്ന നേതാക്കളടക്കം തിരിയുമ്പോഴും എന്ത് നടപടി സ്വീകരിക്കണമെന്നുള്ളൊരു കാര്യത്തിൽ വ്യക്തതയില്ല. അതുകൊണ്ട് തന്നെ ചോദ്യങ്ങളിൽ നിന്ന് മാധ്യമങ്ങൾ ഉൾപ്പെടെയുള്ളവർ ഉന്നയിക്കുന്ന അല്ലെങ്കിൽ ചോദിക്കുന്ന ചോദ്യങ്ങളിൽ നിന്ന് ഒഴിഞ്ഞു മാറാനാണ് പ്രതിപക്ഷ നേതാവ് ശ്രമിക്കുന്നത്. അതിൻ്റെ ഭാഗമായിട്ടാണ് കഴിഞ്ഞ ദിവസങ്ങളിൽ എന്തോ ഒരു വലിയ ബോംബൊക്കെ പൊട്ടിക്കാനുണ്ടെന്ന് പ്രതിപക്ഷ നേതാവ് പറഞ്ഞത്. എന്നാൽ കഴിഞ്ഞ ദിവസം വാർത്താ സമ്മേളനത്തിൽ ബോംബ് പോയിട്ട് ഒരു പടക്കം പോലും പൊട്ടിക്കാൻ പ്രതിപക്ഷ നേതാവിന് കഴിഞ്ഞില്ല എന്നുള്ളൊരു വസ്തുതയാണ്. സംഭവം ഇക്കാര്യത്തിൽ ഏതെങ്കിലും തരത്തിൽ ചോദ്യങ്ങളിൽ നിന്ന് ഒഴിഞ്ഞു മാറുക അല്ലെങ്കിൽ കേരള പൊതുസമൂഹത്തിൻ്റെ മുന്നിൽ കണ്ണിൽ പൊടിയിടുക എന്നുള്ളൊരു ലക്ഷ്യമാണ് പ്രതിപക്ഷ നേതാവിനുള്ളത്. എന്തുതന്നെയാലും ഈ കാര്യങ്ങളൊക്കെ കേരളത്തിൻ്റെ പൊതുസമൂഹം തിരിച്ചറിയും. കാരണം ജനാധിപത്യ വ്യവസ്ഥയിൽ വിശ്വസിച്ചുകൊണ്ട് വോട്ട് ചെയ്ത ഒരു പക്ഷം ജനങ്ങളാണ് രാഹുൽ മാങ്കൂട്ടത്തിനെ MLA ആക്കി നിയോഗിച്ചിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ആ ജനങ്ങൾ രാഹുലിനെതിരെ തിരിയും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. ഇക്കാരണവുമായി ബന്ധപ്പെട്ട് ഇനി വരുന്ന തദ്ദേശീയ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ പോലും അത് കോൺഗ്രസിന് വലിയ പ്രതിസന്ധി സൃഷ്ടിക്കും എന്നുള്ള കാര്യത്തിൽ യാതൊരുവിധ സംശയവുമില്ല. ആ കാരണങ്ങളൊക്കെ കൊണ്ട് തന്നെ വലിയ പ്രതിസന്ധിയിലാണ് നിൽക്കുന്നത്. അതുകൊണ്ട് തന്നെ എന്ത് നടപടി എടുക്കണം എന്നുള്ള കാര്യം പ്രതിപക്ഷ നേതാവ് വി.ഡി. സതീശന് വ്യക്തതയില്ല. അതുപോലെ തന്നെ ഈ ഇരകൾക്ക് കഴിഞ്ഞ ദിവസം മുഖ്യമന്ത്രി പത്രസമ്മേളനം നടത്തിയിരുന്നു.
ഇരകൾക്ക് വേണ്ട എല്ലാ സുരക്ഷയും സംസ്ഥാന സർക്കാർ അല്ല, അത് വളരെ നൽകും. ഞാൻ അതുകൊണ്ട് ചോദിക്കാൻ വരികയായിരുന്നു. വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് മുഖ്യമന്ത്രി ഇന്നലെ പത്രസമ്മേളനത്തിൽ പറഞ്ഞത്. അതായത് ഈ പെൺകുട്ടികളൊക്കെ കേസിൽ നിന്ന് പിന്മാറുന്നത് അവരുടെ ഓഡിയോ സംഭാഷണങ്ങളിലൊക്കെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് ഭയന്നിട്ടാണ്. അതായത് വലിയൊരു ഗ്രൂപ്പാണ്, രാഹുൽ മാങ്കൂട്ടത്തിന്റെ ഒരു വലിയ ഗ്രൂപ്പാണ്, ഷാഫി പറമ്പിലുണ്ട്, വി ഡി സതീശനൊക്കെ ആ നെക്സസിന്റെ ഭാഗമായിട്ട് നിൽക്കുന്നവരാണ്. അപ്പോൾ സ്വാഭാവികമായും പരാതി നൽകാൻ ഭയമുണ്ടാകും. എന്നാൽ മുഖ്യമന്ത്രി പറഞ്ഞൊരു കാര്യമുണ്ട്, അത്തരത്തിൽ ആരും ഭയപ്പെടേണ്ട ആവശ്യമില്ല. നിങ്ങൾക്ക് പരാതി ഉണ്ടെങ്കിൽ അത് പോലീസിനോടോ അല്ലെങ്കിൽ മറ്റ് അന്വേഷണ സംഘങ്ങളോട് വന്ന് പറയുക, കൃത്യമായ സംരക്ഷണം ഉണ്ടാകും. ഒരു പക്ഷേ വരും ദിവസങ്ങളിൽ ഈ പെൺകുട്ടികൾ പരാതിയുമായി നിയമ സംവിധാനങ്ങളുടെ മുൻപിലേക്ക് എത്താനുള്ള സാധ്യത കാണുന്നുണ്ടോ? അത് മുന്നിൽ കണ്ടുകൊണ്ടാണോ ഈ പെൺകുട്ടികളുടെ മൊഴിയെടുക്കാം എന്ന തീരുമാനത്തിലേക്ക് ഇപ്പോൾ അന്വേഷണ സംഘം എത്തിയിരിക്കുന്നത് സാരംഗ്? തീർച്ചയായും വരും ദിവസങ്ങളിൽ ഈ പെൺകുട്ടികൾ സർക്കാരിൻ്റെ വാഗ്ദാനം തന്നെ വലിയ വാഗ്ദാനമാണ് നൽകിയത്. യാതൊരു കാരണവശാലും ഈ സംഭവവുമായി ബന്ധപ്പെട്ട് പരാതി ഉന്നയിക്കാൻ ഈ പെൺകുട്ടികൾ ഭയപ്പെടേണ്ടതില്ല. സർക്കാർ പൂർണ്ണ പിന്തുണ നൽകും. അതുകൊണ്ട് തന്നെ ഇനി വരും ദിവസങ്ങളിൽ ഇത്തരത്തിൽ ഈ പെൺകുട്ടികൾ ഒരു പക്ഷേ രംഗത്ത് വന്നേക്കും, അത് രേഖാമൂലമുള്ള പരാതി നൽകിയേക്കും. അപ്പോൾ അത്തരത്തിലൊരു രേഖാമൂലമുള്ള ഒരു പരാതി ലഭിച്ചാൽ ഈ കേസിന് കൂടുതൽ ശക്തി പകരും എന്നുള്ളത് യാതൊരു സംശയവുമില്ല. അത് വീണ്ടും ഇത്തരത്തിൽ രാഹുൽ മാങ്കൂട്ടത്തിലിന് കുരുക്കുമുറുകും എന്നുള്ള കാര്യത്തിലും യാതൊരു സംശയവുമില്ല. കഴിഞ്ഞ ദിവസം മുഖ്യമന്ത്രി തന്നെ ഇക്കാര്യത്തിൽ വ്യക്തമാക്കിയിരുന്നു, ഇനി യാതൊരു വിധത്തിലും MLA ആയി തുടരാൻ യാതൊരു അർഹതയുമില്ലാത്ത വ്യക്തിയാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ. അതുപോലെ തന്നെ രാഹുലിനെതിരെ ശക്തമായ നടപടികൾ ഉണ്ടാകും. ഈ പെൺകുട്ടികൾ യാതൊരു തരത്തിലുമുള്ള ഭയപ്പെടേണ്ട കാര്യമില്ല. സർക്കാരിന് മുന്നിൽ അല്ലെങ്കിൽ നിയമ സംവിധാനങ്ങൾക്ക് മുന്നിലും ധൈര്യമായിട്ടെത്താം, പരാതി നൽകാം എന്നുള്ള കാര്യങ്ങളൊക്കെ മുഖ്യമന്ത്രി കഴിഞ്ഞ ദിവസം വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞിരുന്നു. പ്രധാനമായും ഇക്കാര്യത്തിൽ മറ്റൊരു സംഭവം, ഇത്തരത്തിൽ ഈ പെൺകുട്ടികളൊക്കെ ഈ കോൺഗ്രസ്, അതായത് ഇപ്പം നേരത്തെ സൂചിപ്പിച്ചതുപോലെയുള്ള ഒരു പവർ ഗ്രൂപ്പുണ്ട്, അത് ഷാഫി പറമ്പിൽ അല്ലെങ്കിൽ വി ഡി സതീശൻ ഉൾപ്പെടെയുള്ള ഈ പവർ ഗ്രൂപ്പിൻ്റെ നിയന്ത്രണത്തിലാണ് ഈ കാര്യങ്ങളൊക്കെ നടന്നു പോകുന്നത്. അതുകൊണ്ട് തന്നെ ഇവരുടെ ഭാഗത്തു നിന്നും സൈബർ ഇടങ്ങളിൽ പോലും അല്ലാതെയുമുള്ള ഒരു രൂക്ഷമായ ആക്രമണമാണ് അല്ലെങ്കിൽ ഭീഷണിയാണ് ഈ പെൺകുട്ടികൾക്ക് നേരെയുള്ളത്. ഈ പെൺകുട്ടികളുടെ സാമൂഹ്യ മാധ്യമങ്ങളിൽ അടക്കം എത്തി ഭീഷണിപ്പെടുത്തുക, കൊല്ലുമെന്നുള്ള ഭീഷണിപ്പെടുത്തുക, അതുപോലെ തന്നെ ഈ പെൺകുട്ടികളുടെ മറ്റ് സുഹൃത്തുക്കളെ വിളിച്ച് ഭീഷണിപ്പെടുത്തുക, കുടുംബാംഗങ്ങളെ വിളിച്ച് ഭീഷണിപ്പെടുത്തുക, ഇതിനൊക്കെ നേതൃത്വം നൽകുന്നത് കോൺഗ്രസും യൂത്ത് കോൺഗ്രസുമാണ്. അത്തരത്തിൽ ഈ കേസിനെ ഒതുക്കി തീർക്കാൻ വേണ്ടി ഏത് വിധേനയും ഈ പെൺകുട്ടികളെ ഭീഷണിപ്പെടുത്തുക, അല്ലെങ്കിൽ പെൺകുട്ടികളുടെ മറ്റ് വിവരങ്ങൾ പുറത്തു പറയുമെന്ന് ഭീഷണിപ്പെടുത്തുക, അല്ലെങ്കിൽ മുന്നേ സംഭവിച്ച പെൺകുട്ടികൾക്ക്, മുന്നേ ഈ ഇത്തരത്തിൽ ആരോപണം ഉന്നയിച്ച പെൺകുട്ടികൾക്ക് ഉണ്ടായ അനുഭവങ്ങൾ നിങ്ങൾക്കും ഉണ്ടാകുമെന്നുള്ള തരത്തിലുള്ള ഭീകരമായ ഭീഷണികൾ മുഴക്കി ഈ സംഭവത്തിൽ നിന്നും തടിയൂരാനുള്ള ശ്രമമാണ് കോൺഗ്രസ് നടത്തുന്നത്. യൂത്ത് കോൺഗ്രസ് അധ്യക്ഷൻ രാഹുൽ മാങ്കൂട്ടത്തിലും അതുപോലെ തന്നെ ഷാഫി പറമ്പലിൻ്റെയും നേതൃത്വത്തിലുള്ള ഒരു പവർ ഗ്രൂപ്പ് ഇതിനു വേണ്ടിയുള്ള ശ്രമങ്ങളാണ് നടത്തുന്നത്. എന്നാൽ പൂർണ്ണ പിന്തുണയും സർക്കാർ ഈ വിഷയത്തിൽ പെൺകുട്ടികൾക്ക് നൽകിയിട്ടുണ്ട്. മനു.